ഇങ്ങനെയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ അത് നിങ്ങൾ കാണാണ്ട് പോരുത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ? എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല, പക്ഷേ ഇവിടെ ആയിരിക്കും ആദ്യമൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ വിചാരിച്ചത് ഈ സിറിയയിൽ മറ്റേ പ്രശ്നം നടക്കണ പോലെ എന്തെങ്കിലും ബോംബിടാൻ വന്നാണ്, അല്ലെങ്കിൽ വല്ല ഡ്രോൺ അറ്റാക്കാണ്. അതാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെയോ എയർഫോഴ്സിൻ്റെയോ ഒരു ഡ്രില്ല്, അല്ലെങ്കിൽ അതുപരമായ എന്തോ ഒരു മെഡിക്കൽ ഇവാക്യുവേഷൻ അങ്ങനെ എന്തോ ഡ്രില്ല് അവർ നടത്തിയാണ്. അവർ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയത്. ഇതൊരു ഡ്രില്ലാണ്, ഇതല്ലാണ്ട് വേറെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, ബോംബിടാൻ വന്നതല്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ ഇത് ഞങ്ങൾ പേടിച്ചു പോയി. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണുന്നത്. നമ്മെല്ലാവരും വിചാരിച്ചത്, എല്ലാവരും പേടിച്ചു പോയത് അങ്ങനെ എന്തെങ്കിലും അറ്റാക്ക് ആണോ എന്നാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, കപ്പലെങ്ങാട് ഓടിക്കാനാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾ സേഫാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ലൊക്കേഷനും ഇത് എവിടെ നടന്നു, എന്താണ് സംഭവം, ഇതൊന്നും ഞങ്ങൾക്ക് പുറത്ത് വിടാൻ പറ്റില്ല. ഇത് ഭയങ്കര കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ് ഇങ്ങനെ നടക്കുന്നത് കപ്പലിൽ. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് പുറത്ത് വിടാൻ പറ്റില്ല. ഏത് രാജ്യത്താണ്, ഏത് രാജ്യത്തിൻ്റെ കോസ്റ്റ് ഗാർഡാണ് ഇപ്പോൾ വന്നത് കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വാറും കാര്യങ്ങളും സിറിയ അങ്ങനത്തെ കുറേ രാജ്യങ്ങളായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുന്ന കാരണം ഇങ്ങനെ കുറേ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഡ്രോണ് കൊണ്ടുവന്ന് ഷിപ്പിലിടുക, ബോംബ് അറ്റാക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ കോൺഫിഡൻഷ്യൽ കാര്യങ്ങളായ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും പുറത്ത് വിടാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊന്നും പറയാത്തത്. ഞാൻ അതിന് ഓതറൈസ്ഡ് ആളല്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. പക്ഷേ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ ഞങ്ങൾ കടലിലും കപ്പലിലും അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാറുണ്ട്. ഇതുപോലെ കുറേ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കപ്പലിൽ എങ്ങനെ വരാം, ജോലി ചെയ്യാം, ലക്ഷങ്ങൾ എങ്ങനെ സമ്പാദിക്കാം, നല്ലൊരു കരിയർ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാം, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ എന്നെ പോലുള്ള സീമാമാർ ഇങ്ങനെ വ്ളോഗേഴ്സ് ഇങ്ങനെ വീഡിയോ എടുത്ത് റെസ്റ്റ് ടൈമിൽ എഡിറ്റ് ചെയ്ത് മാസത്തിൽ 1-2 പ്രാവശ്യം ഏതെങ്കിലും ഒരു രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ ഇൻ്റർനെറ്റ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്യണത്. ഇതൊക്കെ നിങ്ങൾ കാണാണ്ട് പോരുത്. സാധാരണ നാട്ടിലൊരു വീഡിയോ എടുത്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യണ പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ ഇൻ്റർനെറ്റ് ആകെ 1.5 GB ഞങ്ങൾക്ക് കമ്പനി തന്നത്, അത് ഫ്രീ ആയിട്ട്. ബാക്കി ഞങ്ങൾക്ക് എക്സ്ട്രാ MB 400 MB ഒക്കെ വേണം. 400 MB കിട്ടുള്ളൂ എക്സ്ട്രാ, അത് $20 കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇത്രയും വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ, ഇത്രയും ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നത്. അത് നിങ്ങൾ കാണാണ്ട് പോരുത്. ഞങ്ങളുടെ അത്ര എഫേർട്ടും കാര്യങ്ങളും ഇത്രയും. ഇപ്പം ഞാനിരിക്കുന്നത് എൻ്റെ റെസ്റ്റ് ടൈമിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. ഞാൻ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ റെസ്റ്റ് ടൈമിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇനി ഒരു രാജ്യം, ഒരു പോർട്ട് എത്താൻ മൊബൈൽ സിഗ്നൽ കിട്ടാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട്. അതും ഇങ്ങനെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആയിരിക്കില്ല. എല്ലാ പോർട്ടുകളിലും ഇൻ്റർനെറ്റ് വളരെ കുറവായിട്ട് അവർ സിഗ്നൽസ് വിടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റിയുടെ ബേസിലാണ്, സൈബർ സെക്യൂരിറ്റിയുടെ ബേസിലാണ് നമ്മൾ സിഗ്നലുകൾ അധികം പോർട്ടിലേക്കും അങ്ങനെ വിടാത്തത്. അതുകൊണ്ട് വളരെ കുറച്ച് ഇൻ്റർനെറ്റ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അതിൽ കുത്തിയിരിക്കണം മൊബൈൽ. ഇങ്ങനെ സിഗ്നലിൽ എവിടെയാണ് കിട്ടണമെന്ന് വെച്ചിട്ട് അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗൈസ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, കണ്ണിനൊന്നും പറ്റിയതല്ല, എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റില്ല, അത്രയും വെയിലാണ് ഇവിടെ. അത്രയ്ക്ക് വെയിലാണ് ഓപ്പൺ സീൽ. നിങ്ങളുടെ അവിടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പം എന്തൊരു ചൂടാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങൾ ഈ ഓപ്പൺ സീല് ഈ നട്ടാറും വെയിലത്തൊന്ന് ആലോചിച്ച് നോക്കി എന്തൊരു വെയിലായിരിക്കുന്നു. ഇൻ്റർനെറ്റ് വളരെ ലിമിറ്റഡ് ആണ് ഞങ്ങളുടെ ഷിപ്പിൽ. അതുകൊണ്ട് കുറേ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.